ബോധിപ്പിക്കണം. എന്തിനാണ് അടച്ചുപൂട്ടുന്നതെന്നൊന്നുമില്ല. തീവ്രവാദവും ഭീകരവാദവും രാജ്യദ്രോഹപ്രദവുമായ വാർത്തകളാണ് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് വാർത്ത ചോദിക്കാൻ പാടില്ല. തേജസ്സിനെതിരെയുള്ള ആരോപണം, ഒന്നാമത്തെ ആരോപണം ഇസ്രായേലിനെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്കെതിരായി വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു എന്നതാണ്. തേജസ് പത്രത്തിൽ താല്പര്യമുള്ള ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഭരണകൂടം പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾക്കെതിരെ തേജസ് നിലകൊള്ളുന്നു എന്നാണ്. പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തേജസ്സിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇനി നേരായി ഞങ്ങൾ ആരും തന്നെ അമേരിക്കക്കോ ഇസ്രായേലിനോ എതിരായിട്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഇല്ല എന്നു, അങ്ങനെയുള്ള യാതൊരു ശ്രമങ്ങളും ഞങ്ങളുടെ പത്രക്കടലാസിൽ ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞ് മാപ്പെഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഈ പത്രമൊന്ന് ഇറക്കണം എന്ന് ഒരു വാശിയും തേജസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആളുകൾക്കില്ല. കാരണം ഞങ്ങൾ അമേരിക്കക്കെതിരാണ്, ഇസ്രായേലിനെതിരാണ്. അത് നിങ്ങള് തേജസ് പത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സാധനത്തിന് ഒന്നാകെ നിങ്ങൾ അണ്ണാക്ക് തൊടാതെ വീഴുന്നുവെന്ന് പറഞ്ഞാലും അമേരിക്ക തെമ്മാടി രാഷ്ട്രമാണ്. യാതൊരു സംശയമില്ല. അത് ഞങ്ങളുടെ മുദ്രാവാക്യമാണ്. ഞങ്ങൾ അമേരിക്കക്കെതിരാണ്, അമേരിക്കയുടെ നയങ്ങൾക്കെതിരാണ്, സാമ്രാജ്യത്തെ താല്പര്യങ്ങൾക്കെതിരാണ്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ തെമ്മാടിയാണെന്നും ആ തെമ്മാടിക്ക് വിസിലൂതുന്നവരാണ് ഇസ്രായേലെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത് തേജസ്സിനെതിരെയുള്ള ഒരു ആരോപണം, ശബ്ദമില്ലാത്ത രാജ്യത്തിലെ ദളിതുകൾക്കും ആദിവാസികൾക്കും മുസ്ലിങ്ങൾക്കും തേജസ് ദിനപത്രം നാവ് കൊടുക്കുന്നതാണ്. ഞങ്ങൾ തേജസ് ദിനപത്രം അടച്ചുപൂട്ടെന്നാണ് തേജസ് പത്രത്തിന്റെ ഓഫീസിൽ ബോംബുണ്ടാക്കിയെന്ന് ആരും വിചാരിക്കണ്ട. തേജസ് ദിനപത്രം ശബ്ദമില്ലാത്ത ആളുകൾക്ക് ശബ്ദം കൊടുക്കുന്നു, നാവ് കൊടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 20-ലധികം വർഷമായി കേരളത്തില് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതിനു മുമ്പ് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് NDF ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഈ രാജ്യത്തിലെ ദളിത് ന്യൂനപക്ഷ മുസ്ലിങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾക്ക്, ശബ്ദമില്ലാത്ത ആളുകൾക്ക് ശബ്ദമുണ്ടാക്കി കൊടുക്കുക എന്നുള്ള പണി തന്നെയാണ് 20 ചില്ലാൻ വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് തേജസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതും നിർത്തിവെക്കാനും ഞങ്ങൾ തയ്യാറല്ല. പിന്നെ തേജസ്സിന്റെ പേരിലുള്ള മറ്റൊരു ആരോപണം, വികസന നയങ്ങൾക്കെതിരാണ് തേജസ് ദിനപത്രം നിലകൊള്ളുന്നത്.